പ്രമേഹ രോഗികളിൽ ഇൻഗ്രോൺ ടോണിയൽ ആൻഡ് പെരോണിക്ക. ചെറിയ നഖം കുത്തിയിറങ്ങുന്നതുകൊണ്ടോ നഖത്തിൻ്റെ അരികിൽ ചെറിയ പഴുപ്പ് വരുന്നതുകൊണ്ടോ ഒരു പ്രമേഹ രോഗിക്ക് കാല് വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നറിയാമോ? പലരും ഇതിനെ ചെറിയ പ്രശ്നമെന്ന് കരുതി അവഗണിക്കുന്നു. പക്ഷേ ഡയബറ്റിക് ഫുട്ട് രോഗികളിൽ ഇത് ഗുരുതരമായ അണുബാധയിലേക്കും അസ്ഥി വരെ ബാധിക്കുന്ന ഇൻഫെക്ഷനിലേക്കും എത്താം. ഇന്ന് നമ്മൾ ഇൻഗ്രോൺ ടോണിയൽ എന്നും പെരോണിക്ക എന്നും വിളിക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവരുടെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഇൻഗ്രോൺ ടോണിയൽ? നഖത്തിൻ്റെ ഒരു വശം ചർമ്മത്തിനുള്ളിലേക്ക് കുത്തിയിറങ്ങുന്ന അവസ്ഥയാണ് ഇൻഗ്രോൺ ടോണിയൽ. ഇത് സാധാരണയായി വലിയ വിരലിലാണ് കാണുന്നത്. കാരണങ്ങൾ: 1. നഖം വട്ടത്തിൽ മുറിക്കുന്നത്. 2. വളരെ കട്ടിയുള്ള ഷൂസ് ധരിക്കുന്നത്. 3. കാലിൽ പരിക്ക്. 5. നഖത്തിൻ്റെ രൂപവൈകല്യം. എന്താണ് പ്രമേഹത്തെ തുടർന്ന് കാലിലെ സമ്മർദ്ദം വ്യതിയാനങ്ങൾ? എന്താണ് പെരോണിക്ക? നഖത്തിൻ്റെ ചുറ്റുമുള്ള ചർമ്മത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് പെരോണിക്ക. ഇത് ബാക്ടീരിയയോ ഫംഗസോ മൂലമാവാം. ലക്ഷണങ്ങൾ: ചുവപ്പ്, വീക്കം, വേദന, പഴുപ്പ്, ദുർഗന്ധം. പ്രമേഹ രോഗികൾക്ക് ഇത് അപകടകരമാവുന്നത് എന്തുകൊണ്ട്? രോഗികളിൽ പലപ്പോഴും കാലിലെ സെൻസേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ വേദന അനുഭവപ്പെടണമെന്നില്ല. കൂടാതെ രക്തയോട്ടം കുറവായിരിക്കാം. അതിനാൽ ചെറിയ ഇൻഫെക്ഷൻ പോലും വളരെ വേഗത്തിൽ വ്യാപിക്കാം. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം? 1. സെല്ലുലൈറ്റിസ്. അണുബാധ വിരലിൽ നിന്ന് കാലിലേക്ക് വ്യാപിക്കാം. 2. ഫുട്ട് അൾസർ. ചെറിയൊരു നഖപ്രശ്നം ഒരു വലിയ മുറിവായി മാറാം. 3. ബോൺ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഓസ്റ്റിയോമൈലൈറ്റിസ്. അണുബാധ അസ്ഥികളിലേക്ക് എത്താം. ഇത് ചികിത്സിക്കാൻ ആഴ്ചകളോളം ആൻറ്റിബയോട്ടിക്കും ചിലപ്പോൾ സർജറിയും ആവശ്യമായി വരാം. 4. ഗാൻഗ്രീൻ. രക്തയോട്ടക്കുറവും ഇൻഫെക്ഷനും ചേർന്നാൽ വിരൽ കറുത്ത് നശിക്കാം. 5. ആംപ്യൂട്ടേഷൻ. ചികിത്സ വൈകിയാൽ വിരളോ കാലിൻ്റെ ഭാഗമോ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്കെത്താം. വീട്ടിൽ എന്ത് ചെയ്യരുത്? 1. നഖം സ്വയം വെട്ടിക്കളയാൻ ശ്രമിക്കരുത്. 2. സൂചി കുത്തി പഴുപ്പ് പുറത്തേക്കെടുക്കരുത്. 3. ബ്ലേഡ് ഉപയോഗിക്കരുത്. 4. കെമിക്കൽ കോൺ ക്യാപ്പുകൾ ഉപയോഗിക്കരുത്. 5. വേദന ഇല്ലാത്ത നാൾ അവഗണിക്കരുത്. അപ്പോൾ എപ്പോൾ ഡോക്ടറെ കാണണം? 1. ചുവപ്പോ വീക്കമോ കണ്ടാൽ. 2. പഴുപ്പ് വന്നാൽ. 3. നഖം ചർമ്മത്തിലേക്ക് കയറുന്നതായി കണ്ടാൽ. പ്രമേഹ രോഗിയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളും കണ്ടാൽ. പനി വന്നാൽ. ഉടൻ ചികിത്സ എങ്ങനെ? പ്രശ്നത്തിൻ്റെ ഗുരുതരത്വം അനുസരിച്ച് ചികിത്സ മാറും. ആൻറ്റിബയോട്ടിക്സ്, ഡ്രസ്സിംഗ്, പ്രഷർ റിലീഫ്, പാർഷ്യൽ നെയിൽ റിമൂവൽ, ഇൻഗ്രോൺ നെയിൽ സർജറി, ഉദാഹരണം വിനോഗ്രാഡ് പ്രൊസീജിയർ, ബ്ലഡ് സർക്കുലേഷൻ അസസ്മെൻറ്റ്. ഇനി കുറച്ച് പ്രിവെൻഷൻ ടിപ്സ് പറയാം. 1. നഖം നേരെ മുറിക്കുക. 2. വളരെ ടൈറ്റ് ഷൂസ് ഒഴിവാക്കുക. 3. ദിവസവും കാലുകൾ പരിശോധിക്കുക. 4. കാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക. 5. ഷുഗർ നിയന്ത്രണത്തിൽ വെക്കുക. ഫുഡ് സ്പെഷ്യലിസ്റ്റിനെ കൃത്യമായി കാണുക. ചെറിയ നഖപ്രശ്നം പോലും പ്രമേഹ രോഗികളിൽ വലിയൊരു അപകടമാകാം. അതിനാൽ ഇൻഗ്രോൺ ടോണിയലും പെരോണിക്കയും ഒരിക്കലും അവഗണിക്കരുത്. നേരത്തെ ചികിത്സ തേടിയാൽ വിരലും കാലും രക്ഷിക്കാനാകും.